അപ്പൊ നമുക്ക് ആരാ? KALLAN. അയ്യോ കള്ളൻ. കാലൻ. എന്താ ഇവിടെ? ഞാൻ ഒരാളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. അയ്യോ എന്നെയാണോ? കുട്ടിയല്ല, അല്ലേ? കുട്ടിക്ക് ഇനിയും ജീവിക്കാൻ ഒരുപാട് സമയമുണ്ട്. ഇന്ന് വേറൊരുത്ത ഇവിടെ വിഷം അടിക്കും. എനിക്ക് അവനെ കൊണ്ടുപോകണം. കുട്ടിയുടെ കാര്യം നോക്കി പൊക്കോളൂ. ഞാനിന്ന് ചാവും. എനിക്ക് നീ ജീവിക്കണ്ട. ഞാൻ ചാവും എന്ന് പറഞ്ഞാൽ ഞാൻ ചാവും. എടി നീ എന്നെ കള്ളനാക്കിയില്ലേ? കുടുംബശ്രീയുടെ പൈസ ഞാനാണ് മോട്ടിച്ചെന്ന് നീ കുടുംബശ്രീ ചെന്ന് പറഞ്ഞില്ലേ? അയ്യോ കാലനിറങ്ങാൻ ഏത് സമയത്താണോ ഞാനത് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവർക്ക് നീ എന്നെ കള്ളനാക്കിയില്ലേ? ചേട്ടാ ഞാൻ അറിയാതെ പറഞ്ഞു പോയത്. ഞാൻ മാപ്പി വയ്ക്കോ ഏട്ടാ. കഷ്ടമായിട്ട ചാവരുത് ഏട്ടാ. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ഇന്ന് മരിക്കും. ഈ പഴത്തിനകത്ത് ഞാൻ സൈനസൈറ്റിസ് തേച്ച് ഞാൻ മരിക്കും. സൈനറ്റിസോ? അതെന്തുവാ? എടി ഒരു കൊടിയ വിഷമില്ലേ? തൊട്ടാൽ നാക്കിന്റെ അറ്റത്ത് തൊട്ടാൽ തന്നെ അപ്പൊ തന്നെ ചാവും. എന്തായാലും അത് തേച്ച് ഞാൻ ചാവും. പഴം കഴിച്ച് ചാവല്ലേ ചേട്ടാ? ഞാൻ പഴം കഴിച്ച് ചാവും. പഴം കഴിച്ച് ചാവല്ലേ ചേട്ടാ? എടി ഞാൻ പഴം കഴിച്ച് ചാവും. നീ അങ്ങനെ നാണം കിടണം. പഴം കഴിച്ച് ചത്ത ഞാനങ്ങനെ നാണം കിടന്നേ? ഞാൻ ഈ പഴം മെഴുകി ചത്ത് കഴിയുമ്പോൾ നിന്നെ കാണുമ്പോൾ നാട്ടുകാർ പറയത്തില്ലേ പഴം മെഴുകിയുടെ ഭാര്യ പോകുന്നു. അങ്ങനെ നീ നാണം കിടണം. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്തോ നാട്ടുകാർ വിളിക്കുന്നത് തന്നെ? എനിക്ക് ചാകുന്നതിന് 2 പ്ലാൻ ഉണ്ട്. എന്തുവാ? ഒന്ന് ഞാൻ ട്രാക്കിൽ ചാടി മരിക്കും. ഇവിടെ ട്രാക്കൊന്നും ഇല്ലല്ലോ. ട്രാക്കില്ലെങ്കിൽ CD ഇട്ട് ഞാൻ പാടിക്കോളാം. എടി റെയിൽവേ ട്രാക്കിന്റെ മുന്നിൽ ചാടി ചാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴത്തിനകത്ത് വിഷം തിന്ന് ഞാൻ മരിക്കും. മനസ്സിലായോ? ഈ റെയിൽവേയുടെ ടൈമേ എപ്പോഴും നമുക്ക് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പഴത്തിന്റെ ഓപ്ഷൻ ഞാൻ എടുത്തത്. എന്തായാലും ഞാൻ ഇന്ന് മരിക്കും. ഞാൻ ചാവും. എന്നെ നീ കള്ളനാക്കി. ഞാൻ ചത്താലും തന്നെ വെറുതെ വിടുമെന്ന് നീ അങ്ങനെ ആശ്വസിക്കണ്ട. CC ക്യാമറയിൽ കൂടി കാണുന്നത് പോലെ ഞാൻ ആത്മാവായിട്ട് വന്ന് കാണും. നീയും അമ്ജിന്റെ അഭിലാഷമായിട്ടുള്ള രഹസ്യ ബന്ധം നിന്നെ കൊല്ലുന്നതിന് പകരം ഞാനങ്ങ് മരിക്കുന്നതല്ലേ നല്ലത്. ഞാൻ ചാവും. ഞാനിന്ന് ചാകും. കുറെ നേരം കൊണ്ട് ചാവും കഴി കുറെ നേരമായി പോണ്ടേ? എന്താ കഴിയടാ? അത് എന്താ? എടാ കഴിക്കടാ, പോവാൻ സമയമില്ല. നീ പോണം പെട്ടെന്ന് കഴി. അതെ, ഞാനിത് കഴിക്കോ കഴിക്കാതിരിക്കോ ചെയ്യുന്നത് എന്റെ സൗകര്യമാണ്. ഇതിനിടയ്ക്ക് ഒരു ചോദ്യം ചെയ്യാൻ താനാരാണ്? ഞാൻ ആരോ ഇട്ടത്? കഴി സംഭവം കഴി. എന്ത് താനാരാന്നാ ചോദിച്ചത്? ഞാൻ യമൻ. ഏതവൻ? യമനൊന്നുമല്ല, യമൻ. യമനോ? അതൊരു അറബി രാജ്യമല്ലേ? അവിടെ എപ്പോഴും വെടിവെപ്പും തീവെപ്പും ഒക്കെ ആണല്ലോ. അവിടെ നിന്നാണ് വന്നത് കരിവാളിച്ചിരിക്കുന്നത്? ഇടോ, ഞാൻ യമൻ, യമരാജൻ, യമധർമ്മൻ, കാലൻ. നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. എന്നെയോ? കഴിക്കടോ, നിന്റെ സമയമായി. കഴിക്കടോ. ശരിക്കും കാലനാണോ? ശരിക്കും കാലനാണ്. കഴിക്ക സമയമില്ല, പോണം. ഇതോ കഴിക്ക. ഇത് ഞാൻ കഴിക്കാനോ? കഴിക്കണം. അങ്ങനെ നോട്ടം പാട്ടമില്ലാതെ എടുത്ത് കഴിക്കാനൊന്നും പറ്റത്തില്ല. അതാണ്. ഇതിനകത്ത് വിഷമുണ്ട്. ജീവൻ പോകും. ജീവൻ പോണോട്ടും. അതുകൊണ്ടല്ലേ നിന്നെ കൊണ്ടുവന്നത്. നീ കഴിക്കൂ. ഇല്ലല്ല, ഞാൻ കഴിക്കത്തില്ല. എടോ കഴിക്കടോ, നിന്റെ സമയമായടോ. അതാ പോവാനുള്ള സമയമായി. കണ്ടോ? അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ്? അങ്ങനെ ഞാനിത് കഴിക്കാനായിട്ട് വന്നതല്ല. സത്യത്തില് ഇവളെന്നെ കള്ളനാക്കി. ഏത് കുടുംബശ്രീയുടെ പൈസ ഞാൻ മോട്ടിച്ചെന്ന് ഇവൾ ആരോപിച്ചു. അതല്ല, തെളിയിക്കാൻ വേണ്ടി ചുമ്മാ ഒരു ആക്ടിങ് ആയിരുന്നു. അല്ല, എനിക്ക് നീ ആക്ടിങ്ങോ നിന്റെ ജീവിതമോ ആയിക്കോട്ടെ. പക്ഷെ നീ വിഷം വാങ്ങിച്ച കടയിൽ നിന്ന് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു നീ ചാവാൻ പോണത്. അതാണ് കൃത്യം സമയത്ത് ഞാൻ ഇവിടെ എത്തിയത്. അങ്ങനാണെങ്കിൽ അത് തെറ്റായ സന്ദേശമായിരിക്കും. ഇല്ല, ഒരിക്കലുമില്ല. തെറ്റായ സന്ദേശമില്ല. ധൈര്യമായിട്ട് കഴിക്കൂ. എനിക്ക് പോണം, സമയമില്ല. അങ്ങനൊന്നും ഞാൻ ഈ വിഷമൊന്നും കഴിക്കത്തില്ല. എടാ, നിന്റെ സമയമായി കഴിക്കാൻ. എനിക്ക് പോണം. എനിക്ക് ഇനിയും പോവാനുള്ളതാ. എന്തെങ്കിലും കൊടുത്ത് ഒതുക്കാൻ നോക്കേട്ടാ. അങ്ങനെ ചെയ്ത അങ്ങനെ സമ്മതിക്കോ? ഇതൊക്കെ പോകും. എന്തെങ്കിലും കൊടുക്കേട്ടൻ ആണോ? ഇവളെ എടുത്തോണ്ട് എന്നെ ഒഴിവാക്കി തരണം. എടോ, തന്റെ ജീവനാണ് എനിക്ക് വേണ്ടത്. തന്റെ ജീവനാണ് എനിക്ക് വേണ്ടത്. ഇവളാണ് എന്റെ ജീവൻ. അവളെ എടുത്തോളൂ. സന്തോഷത്തോടെ ഞാൻ തരുന്നു. സന്തോഷത്തോടെ. എടോ, പെട്ടെന്ന് വിഷം കഴിക്കണം. എനിക്ക് പോണം. ഈ സമയത്ത് പറഞ്ഞത്. പിന്നെ ആരും കാണാതെ ഈ പൈസ എങ്ങ് കൊടുത്ത് ഒതുക്ക്. പൈസ കൊടുത്താ വീഴും. വീഴും.
സ്വന്തം പണത്താവിന് 150 രൂപയുടെ വില ഇട്ടിട്ടുള്ളൂ. എന്താണ് കഴിഞ്ഞു. വിട്ടോ വഴിച്ചെലവിനുള്ള പൈസ ഉണ്ട്. എടോ താൻ കൈക്കൂലി തന്നാലും എന്ത് പറഞ്ഞാലും ഞാൻ തന്നെ കൊണ്ട് ഇവിടെ നിന്ന് പോവുകയുള്ളൂ. തന്റെ അന്ത്യാഭിലാഷം എന്താണ്? എനിക്ക് പോണം. പറയോ, എന്നാ പൈസ പിടി. അപ്പൊ നിങ്ങൾ പറഞ്ഞതല്ലേ എന്താണ് അവന്റെ കാര്യം? അവന്റെ കാര്യം, അഭിലാഷിന്റെ കാര്യം. ഏതഭിലാഷൻ? അപ്പം നിങ്ങൾ വരെ അറിഞ്ഞു. എടി കാലം വരെ അറിഞ്ഞു അവന്റെ കാര്യം, അഭിലാഷിന്റെ കാര്യം. അയ്യോ ചേട്ടാ, നീ മാത്രമാണ് സമ്മതിക്കരുത്. ചേട്ടാ അന്ത്യാഭിലാഷം. അതെ, അന്തിക്ക് വീട്ടിൽ വരുന്ന അഭിലാഷ്, അവന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതല്ല പറഞ്ഞത്, ചേട്ടന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന്. എനിക്കോ? ആ അതാണോ ചോദിച്ചത്? അതാ ചോദിച്ചത്. ഇവിടെ നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? നിറവേറ്റിട്ട് നീ നിന്നെ കൊണ്ടുപോകാനുള്ള എന്റെ അവസാനത്തെ ആഗ്രഹം പറയൂ. അവസാനത്തെ ആഗ്രഹം പറയും. ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. കാല, നമുക്ക് രണ്ടുകൂടെ ഇരുന്ന് ഒരു 2 പെഗ് അടിക്കണം. അതാണ് എന്റെ അവസാനത്തെ ആഗ്രഹം. ഒരിക്കലും നടക്കില്ല. എന്താ? ഞാൻ മനുഷ്യന്മാരോട് ഒന്നും മദ്യപിക്കാറില്ല. അതുമല്ല, ഞാനിപ്പോ ഡ്യൂട്ടി ടൈമാണ്. മദ്യപിക്കാറില്ല. അങ്ങനൊക്കെ ഉണ്ടോ? അതെ അതെ അതെ. ഒരു അന്ത്യാഭിലാഷമല്ലേ? ഇല്ല, നടക്കില്ല സഹോദര, നടക്കില്ല. ഒരിക്കലും സാധിച്ചു തരില്ല, നടക്കില്ല. അയാൾ വീഴുന്ന ലക്ഷണമില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ പറഞ്ഞാൽ അയാൾ കേക്കും. ഞാൻ പറഞ്ഞ കേക്കോ ഏട്ടാ? കേക്കും. അഭിലാഷിനെ വളച്ചില്ലേ? എനിക്കൊരു ബന്ധമില്ല. ഉണ്ട്. നീ എങ്ങനെയാലും എന്റെ ജീവൻ രക്ഷപ്പെടും. അതുകൊണ്ടാണ്. എനിക്ക് എന്നോട് സ്നേഹമുണ്ടോ? കുപ്പി എടുക്ക്. സ്നേഹമൊക്കെ ഉണ്ട്. തുടരുത്. തൊട്ടാ ഞാൻ കയറി പിടിക്കും. ഞാൻ മഹാകാലനാണ് ഈ കാര്യം. എന്നാ പിന്നെ ഞാനും ഓക്കെ. പോടാ. അയ്യോ, എന്താ പോ, സമയം. വിഷം കഴി. എന്തോ എന്താ അവിടെ? അയ്യോ, കാലനാടത്രേ കാലൻ. ഈ മാട്ടസാനം മൊത്തം അയാൾ വലിച്ചു കയറ്റി. വാടെ പൂവാടെ വിഷവാടിയുടെ പോട്ടർ ഡേ അണ്ണാ. എന്താ അണ്ണാ, പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അണ്ണാ? ചോദിച്ചോ. അണ്ണാ, നിങ്ങളുടെ നരകത്തിലൊക്കെ മറ്റേ ഓരോ കുറ്റമൊക്കെ ചെയ്തവരെയൊക്കെ എണ്ണക്കകത്തി പിടിച്ച് മുക്കത്തില്ലയോ? ആ, അത് ഉള്ളാണോ അണ്ണാ? എന്ത് അറിയാൻ വേണ്ടിട്ടല്ല. എണ്ണക്കകത്തൊക്കെ ഇട്ട് വറക്കമെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അവിടെ വന്നാല് പറഞ്ഞു തരാൻ പറ്റൂല. പോടെ, നരകത്തിലെ പറഞ്ഞ പ്രശ്നവും പിടിയില്ല. എന്ത് പ്രശ്നം? ഞങ്ങൾ ഒന്ന് പറയുന്നേ കൂടെ അടുക്കുകയും ചെയ്ത് പറയുമായിരുന്നു. പറയല്ലേടാ? ഇല്ല ഇല്ല, സത്യമായിട്ടും പറയില്ല. അവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാ തെണ്ടിത്തരങ്ങളാ. അതായത് നമ്മള് എണ്ണയിലിട്ട് വറക്കൂലേ, ഒരു പ്രാവശ്യം വറുത്ത എണ്ണയിൽ തന്നെ വീണ്ടും വീണ്ടും അവർ വറുത്തുകൊണ്ടിരിക്കുക. ഫുഡ് ഇൻസ്പെക്ടർ അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവൂലേ? ഒരു പ്രാവശ്യം വറുത്ത എണ്ണ തന്നെയാണ് പിന്നെ പിന്നെ ഇട്ട് അസുഖങ്ങളൊക്കെ വരത്തില്ലേ? അയ്യോ, ചൊറിയും ചുരങ്ങൊക്കെ വരൂലേ? ഞാൻ അവിടെ നിന്ന് ഒരു ഫുഡും കഴിക്കൂല. മഹാവൃത്തിയായിട്ട സ്ഥലമില്ലേ അത്. അതും പറയലേ, ഞാൻ പറഞ്ഞു. എന്നാൽ ആൾക്കാരൊന്നും വരൂല. സ്വർഗത്തിൽ സൂപ്പർ അല്ലേ? നല്ല മണമുള്ള എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച അവിടെ സ്വപ്പം ഇനിയൊക്കെ കടുക്കും അവിടെ വരെ. അമ്മാതിരി സംഭവമല്ലേ ചെയ്തോണ്ടിരിക്കണത്. നിന്നെ ഞാൻ കൊണ്ടുപോകും. നീ പോവാ. അയ്യോ, എന്റെ പ്രിയപ്പെട്ട കാല, ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കാൻ, എന്നെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ?
ചിത്രം സിനിമയിലെ ഡയലോഗല്ലേ, മോഹൻലാൽ പറഞ്ഞിട്ട് സോമൻ പോലും അയാളെ വെറുതെ വിട്ടില്ല. പിന്നെ കാല് എന്ത് ഞാൻ ഓർത്തില്ലാവേ. ഓർത്തില്ല. ഇന്ന് ഒരു ലോഡ് ശവം ഞാനിവിടെ നിന്ന് കൊണ്ടുപോകും. ഒരു ലോഡ് ശവം? 2 ലോഡ് ശവം ഞാൻ കൊണ്ടുപോകും. ഇതെന്റെ ഭർത്താവ് PP ഷിജു. ഞാൻ PP ഷാജു, ഇവന്റെ ചേട്ടനാണ്. കാലനെ തെറ്റിപ്പോയി കാല. എന്റെ ചേട്ടനെ കൊണ്ടുപോകാനല്ല വന്നത്, എന്റെ ചേട്ടന്റെ ചേട്ടനെ കൊണ്ടുപോകാനാ വന്നത്. എന്റെ ചേട്ടൻ 102 വരെ ആയുസുണ്ടെന്നേ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടെ കമ്പ്യൂട്ടർ ജാതകം എടുത്തതല്ലേ. എനിക്ക് 108 വയസ്സ് വരെ ആയുസുണ്ട്. അപ്പൊ ഞാനുമല്ല, എന്നെയല്ല കൊണ്ടുപോകേണ്ടത്. എന്നാ ഒരു കാര്യം, ഞാൻ കൺഫ്യൂഷൻ എടുക്കില്ല. നിങ്ങൾ 2 പേരെ ഞാൻ കൊണ്ടുപോകും. ഇവരെ 2 പേരും കൊണ്ടുപോകണമെങ്കിലേ 3ാമത് ഒരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ആ, നിങ്ങളെ പിന്നിൽ വേറെ ആരോ ഉണ്ടെന്ന് എനിക്കറിയാം. വിളിയാവനെ. ആരത്? ഇവനാര്? ഇവനാര്? ആരുടെ ഇവൻ? ഞാൻ കാലൻ. വെറുതെ ഏട്ടാ, ഏതോ ബാലട്രൂപ്പിന്ന് വന്ന ബാലനടനാ. ചേട്ടന്മാരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞോണ്ട് നിൽക്കുവോ? PP ഷാജിയുടെ അനിയന്മാരെ തൊട്ട് കളിക്കാൻ മാത്രം നീ വളർന്നോളാ. എടാ, ചത്താലും ഞങ്ങൾ ഒറ്റക്കെട്ടാ. കേട്ടോടാ ബാലക്കാരൻ പട്ടേ. നീ എന്ത് തീരുമാനിച്ചു? ഞാൻ അവരെ കൊണ്ടുപോകുന്നില്ല. പകരം നിന്നെ കൊണ്ടുപോകുന്നു. എടാ, ഞാൻ ബാല്യക്കാരനല്ലടാ, പിന്നെ ഒറിജിനൽ കാലനാ. രക്ഷപ്പെട്ടു അല്ലടാ. ചേട്ടനല്ലേ ഇപ്പൊ കൊണ്ടുപോയത് നിങ്ങളുടെ? അതെ. നിങ്ങളെല്ലാരും ഭയങ്കര ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയപ്പോ നിങ്ങളൊന്നും പറഞ്ഞില്ലേ? അല്ല, ചേട്ടൻ ഒറ്റക്കെട്ടെന്നാണോ പറഞ്ഞത്? ആ, അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഞാൻ കേട്ടത് ചേട്ടൻ ഒറ്റക്കാട്ടോ എന്നാണ് കേട്ടത്. അല്ലേടാ? ആ, ആണ്. ചേട്ടാ, ഇനി ആരും ഇവിടെ മരിക്കത്തില്ല. കാലം നമ്മളെ തിരക്കി വരത്തില്ല. അതല്ല, കാലന്റെ വൃത്തികെട്ട ബുക്ക് ദേ കിടക്കുന്നത്. ആണോ? എന്നാ വാടാ.